بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചരിത്ര ക്ലാസ്സിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിൻ്റെ തുടക്കം മുതൽ ഭൂമി ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, ശേഷം ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ്, അതിനുശേഷം ഷീത്ത് നബി, ഇദ്രീസ് നബി, പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം, ആദ്യത്തെ റസൂലായിട്ട് മനുഷ്യരിലേക്ക് വന്ന നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. വെള്ളപ്പൊക്കത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമും ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ഏതാനും ചില മുഅ്മിനീങ്ങളും മാത്രം ലോകത്ത് ബാക്കിയായി. ആ കപ്പല് വെള്ളം താഴ്ന്നപ്പോൾ ഇറാഖിലെ ജൂതി പർവ്വതത്തിലാണ് ആ കപ്പല് നിന്നത്. ഇറാഖിലെ ബാബിൽ എന്ന സ്ഥലത്തുള്ള ജൂതി പർവ്വതം. ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പിന്നീട് ഭൂമിയിൽ മനുഷ്യൻ താമസം ആരംഭിക്കുന്നത് ഇറാഖിലെ ബാബിലാണ്. നമ്മൾ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 4 മക്കളെ സംബന്ധിച്ച് പറഞ്ഞു. അതിൽ കനാൻ എന്ന മകൻ കാഫിറായിട്ട് മുങ്ങിച്ചത്തു. ഖുർആൻ ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ബാക്കി വിശ്വസിച്ച 3 മക്കൾ, ആ 3 മക്കളും പിന്നെ ഏതാനും മുഅ്മിനീങ്ങളും, നൂഹ് നബി അലൈഹിസ്സലാം, ഇവരാണ് അന്ന് ഭൂമിയിൽ ബാക്കിയായത്. ഇറാഖിലെ ബാബിൽ അവർ താമസം തുടങ്ങി രണ്ടാമത്. അതിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 1ാമത്തെ മകൻ സാം അബുൽ അറബ് എന്നറിയപ്പെടും, അറബികളുടെ പിതാവ്. അതുപോലെ തന്നെ യഹൂദികളുടെയും നസ്രാണികളുടെയും. 2ാമത്തെ മകൻ ഹാം ഇറാഖിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി ആണ് ആഫ്രിക്കക്കാരുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 3ാമത്തത് യാഫിസ്, ഏഷ്യ, അതുപോലെ തന്നെ ചൈന, അതുപോലെ തന്നെ മംഗോളിയ, യജൂജ് മഅജൂജ്, ഇതൊക്കെ 3ാമത്തെ മകൻ യാഫിസിൻ്റെ സന്താന പരമ്പരകളാണ്. അഥവാ ഇറാഖിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്കാണ് അദ്ദേഹം നീങ്ങിയത്. അങ്ങനെ പിന്നീട് ഈ ഭൂമിയിൽ താമസക്കാരായിട്ടുള്ളത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആ മക്കളാണ്. അവരിലൂടെയാണ് പിന്നെ മനുഷ്യ പരമ്പര ഉണ്ടാകുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു, അറബികളുടെ പിതാവായ സാം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 1ാമത്തെ മകൻ. സാം ജസീറത്തുൽ അറബിലേക്ക് വന്ന് അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക്, ആ ഭാഗത്തേക്ക്. സാമിൻ്റെ മകനാണ് ഇറം. ഇറമിന് 10 മക്കളാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാം, സാമിൻ്റെ മകൻ ഇറം. ഇറമിൻ്റെ 10 മക്കൾ. ഈ ഇറമിന് ആദ് എന്നും പേരുണ്ട്. ഈ ഇറമിൻ്റെ 10 മക്കളാണ് പിന്നീട്
ആദ് സമൂഹം എന്നറിയപ്പെടുന്ന വലിയൊരു സമൂഹമായിട്ട് മാറിയത്. ആ വെള്ളപ്പൊക്കത്തിലൂടെ അള്ളാഹു ആ മനുഷ്യകുലത്തെ നശിപ്പിച്ചു, പുതിയൊരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ആദ് സമൂഹം, സാം അഥവാ അബുൽ അറബ്, അറബികളുടെ പിതാവ്, അവിടുന്നാണ് അറബികളുടെ പാരമ്പര്യം തുടങ്ങുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബിയോട് പറഞ്ഞു, മിൻഹും അർബഅത്തും മിനൽ അറബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് നബിമാരായിട്ട് റസൂലായിട്ട് നിയോഗിച്ച 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാരിൽ 4 ആൾക്കാരാണ് അറബികൾ. യഥാർത്ഥ അറബികൾ 4 ആൾക്കാരാണ്. റസൂൽ പറയാണ്, മിൻഹും അവരിൽപ്പെട്ടവർ അർബഅത്തും മിനൽ അറബ്, 4 ആൾക്കാർ അറബികളാണ്. മറ്റൊരു പ്രവാചകൻ എന്തല്ല, അറബിയല്ല. ആരൊക്കെയാണത്? 1 ഹൂദുൻ, 2 സാലിഹ്, 3 ഷുഐബ്. ഹൂദ്, സാലിഹ്, ഷുഐബ്. 4-മത്തത് വനബിയുക യാ അബൂദർ, അബൂദർ നിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 പ്രവാചകന്മാരാണ് അറബികളായിട്ടുള്ളത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം യഥാർത്ഥ അറബിയല്ല. അദ്ദേഹത്തിൻ്റെ മക്കയിലേക്ക് വന്നതാണ്, ജസീറത്തുൽ അറബിലേക്ക് വന്നതാണ്. ഫലസ്തീൻ, കനാനാണ് നാട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീൻ, ഇറാഖ് അവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് പിന്നീടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് വരുന്നത്, ഹറമിലേക്ക് വരുന്നത്. അറബികളെ 2ആയി തരംതിരിക്കാൻ കഴിയും. ഒന്ന് അൽ അറബുൽ ആരിബ, അസ്ലിയായിട്ട് അടിസ്ഥാനപരമായിട്ട് അറബികൾ. അവരാരൊക്കെയാണ്? ആദ്, സമൂദ്, ജുർഹും, അതുപോലെ തന്നെ ഉമൈം, ഖഹ്താൻ. ഇതൊക്കെ അറബികളുടെ യഥാർത്ഥ അറബി ഗോത്രങ്ങളാണ് മനുഷ്യരുടെ പാരമ്പര്യത്തിൽ. 2-മത്തത് അൽ അറബുൽ മുസ്തഗ്റബ, മറ്റൊരു ഭാഷയിൽ നിന്നും അറബിയിലേക്ക് വന്നത്. അവരാരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്ക് ചേർക്കപ്പെടുന്ന ആൾക്കാർ. അതിന് 2ആയിട്ട് തരംതിരിക്കാൻ കഴിയും അറബികളെ. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ മകൻ ഇറം, ഇറമിൻ്റെ 10 മക്കൾ. ആ 10 മക്കളാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ ആദ് സമൂഹം. ആദ്, അപ്പോൾ ആ ഒരു സമൂഹമാണ് പിന്നീട് വെള്ളപ്പൊക്കത്തിന് ശേഷം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയായി. പിന്നീട് ഈ ഭൂമി ലോകത്ത് ആദ്യമായി ശിർക്ക് സംഭവിക്കുന്ന വിഭാഗം ആദ് സമൂഹമാണ്. അവരുടെ സൃഷ്ടിപ്പ് വലിയ മനുഷ്യരായിരുന്നു. ഖുർആൻ പറയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ, പ്രവാചകൻ അങ്ങ് കാണുന്നില്ലേ? കൈഫ ഫഅല റബ്ബുക, നിന്റെ റബ്ബ് എന്താണ് ചെയ്തത്? ബിആദ്, ആദ് സമൂഹത്തെ. ഇറമ ദാത്തിൽ ഇമാദ്, ഇറം, അദ്ദേഹത്തിൻ്റെ പേരാണ് ഇറം. ആദും ഇറമും 2 ഒന്നാണ്. അപ്പം ഇറമ ദാത്തിൽ ഇമാദ്, വലിയ വലിയ ഗോപുരങ്ങൾ, വലിയ വലിയ തൂണുകളുടെ ആൾക്കാരായ ഇറമ് ഗോത്രത്തെ നീ കാണുന്നില്ലേ? അല്ലതി, എങ്ങനെയുള്ളവരാണ് അവർ? ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ്, ഇന്നേ വരെ അങ്ങനത്തെ ഒരു സൃഷ്ടികൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും വലിയ മനുഷ്യന്മാരാണ് ആദ് സമൂഹം. ഇമാം ഖുർത്തുബിയും ഇമാം ബഗവി ഇവരൊക്കെ അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഹികായത്തൻ അൻ ബഅദി സലഫ്, ചില സലഫുകളിൽ നിന്നും ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അന്നഹു കാന അത്വലുഹും മിഅത ദിറാഇൻ, ആദ് സമൂഹത്തിലെ ഏറ്റവും നീളം കൂടിയ മനുഷ്യൻ 100 അടിയാണ്. മിഅതു ദിറാ, ഇങ്ങനെ 100 അടി ഏറ്റവും നീളം കൂടിയ ആള്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ നീളം എത്രയാണ്? 60 അടിയാണ്. 60 മുഴം, അടിയല്ല മുഴം. അപ്പം ആദ് സമൂഹത്തിൽ ഏറ്റവും നീളം കൂടിയ ആള് 100 മുഴം, അതിലേറ്റവും നീളം കുറഞ്ഞ ആള് 60 മുഴം. അപ്പം മനുഷ്യൻ്റെ വലിപ്പം
ചുരുങ്ങിക്കൊണ്ടുവരാണ്, കൂടിക്കൊണ്ടുവരല്ല. നമ്മുടെ നിരീശ്വരവാദികൾ, ബോധ്യവാദികൾ പറയും മനുഷ്യൻ്റെ വലുപ്പം കൂടിക്കൂടി വരികയാണെന്നല്ല, മനുഷ്യൻ്റെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവൻ്റെ ആയുസ്സും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനിയും കുറയും, ഇനിയും നീളം കുറയും. അതുകൊണ്ടാണ് അവരുടെ വലിയ സൃഷ്ടികളാണ് അവർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞത് അഅജാസു നഖ്ലിൻ ഖാവിയ. അവരല്ലാഹു ശിക്ഷിച്ചല്ലോ. ആ ശിക്ഷയ്ക്ക് ശേഷം അവർ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ വലിയ ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീണതുപോലെയാണ് അവർ ചത്ത് വീണത്. അങ്ങനെ വലിയ മരം പോലെ, വലിയ തെങ്ങ് പോലെയാണ് ഓരോ മനുഷ്യന്മാരും. അതുപോലെ തന്നെ അള്ളാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ ചോദിക്കും മൻ അശദ്ദു മിന്ന ഖുവ്വ, ഈ ഭൂമിയിൽ നമ്മളെക്കാൾ ശക്തവാന്മാരായിട്ട് ആരാണുള്ളത്? അവർക്കത് ബോധ്യമുണ്ടായിരുന്നു, അത്രയും ശക്തവാന്മാരായിരുന്നു. കൈകൾ കൊണ്ട് വലിയ വലിയ പാറകൾ, വലിയ വലിയ മലകൾ, അത് കൈകൾ കൊണ്ട് തുരന്ന് ദ്വാരമുണ്ടാക്കി വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുമായിരുന്നു അവർ. അവർക്ക് ആയുധങ്ങളുടെ ആവശ്യമില്ല, അത്രയും ബലമായിരുന്നു അവരുടെ ശരീരത്തിന്. എന്നാൽ അവർ താമസിച്ച നാട്, ആദ്യ സമൂഹത്തിൻ്റെ നാട്, വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമിയിൽ എല്ലായിടത്തും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എല്ലാം നശിച്ചു, ഒന്നും ബാക്കി ഉണ്ടായിട്ടില്ല. ആ കപ്പലിൽ കയറിയ ആൾക്കാർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്നാണ് എല്ലാം വികസിച്ച് വന്നത്. അപ്പം ഇവരുണ്ടായ ഭാഗം അല്ലാഹു പറയാണ് വദ്കുർ അഖാ ആദ്, ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫ്, വദ്കുർ, നീ ഓർക്കുക, അഖാ ആദിൻ, സഹോദരൻ ആദിൻ്റെ സഹോദരൻ ഹൂദിനെ, ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്, അഹ്ഖാഫ് എന്ന സ്ഥലത്ത് അദ്ദേഹം തൻ്റെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യ സമൂഹത്തിൻ്റെ നാടേതാണ് അഹ്ഖാഫ്. അഹ്ഖാഫ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്, ഇന്നതിൻ്റെ പേര് അർ-റുബ്ഉൽ ഖവാലി, ഇന്നതിൻ്റെ പേര് അർ-റുബ്ഉൽ ഖാലി. ഒമാനില്ല, ഒമാൻ്റെയും ഹദറമൗത്ത് യമനിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് അഹ്ഖാഫ്. ഒമാനിൽ പേർക്ക് അറിയും അവിടുത്തെ മലകൾ ഏത് രീതിയിലുള്ള മലകളാണ്, പാറക്കെട്ടുകളും മലകളും. ഒമാനിലാണ് ഏറ്റവും കൂടുതൽ വലിയ വലിയ മലകളും പാറക്കെട്ടുള്ളത്. അപ്പോൾ അതാണ് അവരുടെ താമസ സ്ഥലം. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും വളരെ ശക്തവാന്മാരായി ആരാലും തോൽപ്പിക്കപ്പെടാത്തൊരു സമൂഹമായിട്ട് അവർ ഭൂമിയിൽ ജീവിച്ചു. ആദ്യമൊക്കെ എല്ലാവരും മുവഹിദീങ്ങളാണ്, പിന്നീടാണ് അവരിലേക്ക് ശിർക്ക് വന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം പോലെ. അള്ളാഹു പറയാണ് അവരെ സംബന്ധിച്ച് വത്തഖുല്ലദീ അമദ്ദകും ബിമാ തഅമലൂൻ, നിങ്ങൾ അറിയുന്ന ആ രൂപത്തിൽ നിങ്ങളെ സഹായിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. എങ്ങനെയാണ് അള്ളാഹു സഹായിച്ചത്? അമദ്ദകും ബി അൻആമിൻ, കന്നുകാലികളെ കൊണ്ട്, വബനീന, മക്കളെ കൊണ്ട്, വജന്നാത്തിൻ, തോട്ടങ്ങളെ കൊണ്ട്, വഉയൂനിൻ, അരുവികൾ. അഥവാ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അള്ളാഹു എടുത്തു പറയാൻ, ഇതൊക്കെ തന്ന് നിങ്ങളെ സഹായിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. പക്ഷേ എത്ര ഉപദേശിച്ചിട്ടും എല്ലാവിധ സൗകര്യങ്ങൾ കൊടുത്തിട്ടും അവർ അങ്ങനെ ജീവിച്ചു, അള്ളാഹുവിനെ മറന്നു. അവർ ചെയ്ത ഓരോ കാര്യങ്ങൾ അത് എടുത്തു പറയാണ്. ഒന്ന്, അവർ അഹങ്കാരം കാണിച്ചു. അവർക്ക് കിട്ടിയ ശക്തിയിൽ, ആ ബലത്തിൽ അവർ അഹങ്കാരം കാണിച്ചു. അല്ലാഹു പറയാണ് ഫഅമ്മാ ആദുൻ, അപ്പോൾ ആദ് സമൂഹം, ഫസ്തക്ബറു ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അന്യായമായി അവർ ഭൂമിയിൽ അഹങ്കരിച്ചു. വഖാലു, അവർ പറയുകയും ചെയ്തു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, നമ്മളെക്കാൾ ശക്തവാന്മാരായിട്ട് ആരാണുള്ളത്? അവരുടെ വാക്കല്ല പറയാം. എന്നിട്ട് അല്ലാഹു അതിന് മറുപടി പറയാണ്, അവലം യറൗ, അവർ കാണുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ച അല്ലാഹു, ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ആ അല്ലാഹു അവരെക്കാൾ ശക്തവാനാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ. വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, പക്ഷെ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാകുന്നു.
ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട്, ഇത്രയും ശക്തിയും കൊടുത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ഭൂമിയിൽ ചെയ്തു കൊടുത്തിട്ട് അവർ പറയാണ് നമ്മളെക്കാൾ ശക്തവാന്മാരാരാണ്? അപ്പോൾ അത് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളെ ഈ രീതിയിൽ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെക്കാൾ ശക്തവാന്മാരല്ലേ? അത് ഒന്നാമത്തെ, അവർ അഹങ്കരിച്ചു. രണ്ടാമത്തെ കാര്യം, അതബ്നൂന ബികുല്ലി ദീഇൻ ആയതൻ തഅബസൂൻ. ദീഅ എന്ന് പറഞ്ഞാൽ മലകൾ, കുന്നുകൾ. അവരവരുടെ നാട്ടിൽ, അഹ്കാഫ് എന്ന നാട്ടിൽ, അഹ്കാഫിൻ്റെ അർത്ഥം മണ്ണുള്ള വലിയ വലിയ കുന്നുകൾ എന്നാണ് അർത്ഥം. ചരൽ മണ്ണുകൾ കൊണ്ടുള്ള കുന്നുകൾ എന്നാണ് അർത്ഥം അഹ്കാഫ്. ആ കുന്നുകളുടെ നാട് എന്നാണ്. അതങ്ങനെ പേര് വരാൻ കാരണം ഇൻഷാല്ലാഹ് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്തത്? അതബ്നൂൻ, അല്ല ചോദിക്കുകയാണ്, നിങ്ങൾ നിർമ്മിക്കുകയാണോ ബികുല്ലി ദീഇൻ, എല്ലാ കുന്നുകളുടെ മുകളിലും, ആയതൻ തഅബസൂൻ, വെറുതെ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഓരോ ചിഹ്നങ്ങൾ ബാക്കിയാക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ നിങ്ങൾ നിർമ്മിക്കുകയാണോ? വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തുഖ്ലദൂൻ, നിങ്ങൾ കാലാകാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന ധാരണയിൽ നിങ്ങളിങ്ങനെ ഭവനങ്ങൾ നിർമ്മിക്കുകയാണോ? അവരുടെ പ്രത്യേകത, വലിയ വലിയ മലകൾ തുറന്ന് വലിയ വലിയ വീടുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയ വലിയ താമസ സ്ഥലങ്ങൾ. ഏത് രീതിയിൽ? കാലാകാലം ഇവിടെ തന്നെ ജീവിക്കുമെന്ന രീതിയിൽ. വഇദാ ബതഷ്തും ബതഷ്തും ജബ്ബാരീൻ, അല്ലാഹ് പറയാണ്, നിങ്ങൾ ശക്തി കാണിക്കുന്നുണ്ടെങ്കിൽ വളരെ ക്രൂരമായ രീതിയിലാണ് നിങ്ങൾ ശക്തി കാണിക്കുന്നത്. അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്നത്, അവർക്ക് കിട്ടിയ ധൈര്യവും ശക്തിയും ആരോഗ്യവും അവർ പ്രകടിപ്പിക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ്. അള്ളാഹ് പറഞ്ഞ വാക്കാണ് അവരെ സംബന്ധിച്ച്. എന്നിട്ട് അള്ളാഹ് ഓർമ്മിപ്പിക്കാണ്, വദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ വസാദകും ഫിൽ ഖൽഖി ബസ്ത. വദ്കുറു, നിങ്ങൾ ഓർക്കുക, ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് ശേഷം അവർക്ക് പിറകിലായിട്ട് വരുന്നൊരു സമൂഹമാക്കി അള്ളാഹു നിങ്ങളെ നിശ്ചയിച്ചു. രണ്ടാമത്തെ വിഭാഗമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം നശിച്ചിട്ട് പിന്നീട് വരുന്ന രണ്ടാമത്തെ സമൂഹമാണ് ആദ് സമൂഹം. വസാദകും ഫിൽ ഖൽഖി ബസ്ത, നിങ്ങളുടെ സൃഷ്ടിപ്പിൽ അവൻ കുറച്ച് വിശാലത കാണിച്ചു അള്ളാഹു. ഫദ്കുറു ആലാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ഓർക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞത്. എല്ലാവിധ നിഅമത്തുകളും കൊടുത്ത്, സുഖസൗകര്യങ്ങളും കൊടുത്ത്, പക്ഷെ എന്ത് ചെയ്തു? അവർ അള്ളാഹുവിനെ മറന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ധിക്കരിച്ചു. അവർ എല്ലാ രീതിയിലും വെള്ളപ്പൊക്കത്തിന് ശേഷം പിന്നീട് ഭൂമിയിൽ ആദ്യമായി ശിർക്കിലേക്ക് അവർ ചെന്നെത്തി. ആ സമയത്താണ് അവരിൽപ്പെട്ട ഏറ്റവും നല്ല കുടുംബത്തിൽ, ആദ്യ സമൂഹത്തിലെ ഏറ്റവും നല്ല കുടുംബത്തിൽപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നബിയായിട്ട് അയക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷമുള്ള ആദ്യത്തെ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാം. നമ്മൾ ആ തർത്തീബ് പഠിക്കണം കേട്ടോ, മനസ്സിലാക്കണം. നമ്മളെ ചരിത്രം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹം പഠിക്കണം. ആദം നബി അലൈഹിസ്സലാം, ഇങ്ങനെ ജീവിച്ച് ശീസ് നബി അലൈഹിസ്സലാം, പിന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടികളാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം വന്ന് പിന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് ആ സമൂഹത്തിലേക്ക് വരുന്നത്. പിന്നെ വെള്ളപ്പൊക്കത്തിലെല്ലാം നശിച്ചു. പിന്നീടാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിലൂടെ ആദ് സമൂഹം വരുന്നത്. ആ ആദിലേക്കാണ് ആര് വന്നത്? ഹൂദ് നബി അലൈഹിസ്സലാം വന്നത്. ആദ്യത്തെ അറബി പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമാണ്. ഖുർആനിൽ സൂറത്ത് ഹൂദ് എന്ന പേരുള്ള ഒരു സൂറത്തുണ്ട്, അഹ്കാഫ് എന്ന പേരുള്ളൊരു സൂറത്തുണ്ട്. ഈ രണ്ട് സൂറത്തിലും പ്രവാചകന്മാരുടെ, മുൻകാല സമുദായക്കാരുടെ, ആദ്, സമൂദ്, അങ്ങനെ അവരുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായും വിശദീകരിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു നബിയായിട്ട്. അള്ളാഹ് പറയാണ് സൂറത്തുൽ അറാഫിലെ 65-ാമത്തെ ആയത്ത്, വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമൂഹത്തിൽ അവരുടെ സഹോദരൻ ഹൂദിനെ അള്ളാഹു നിയോഗിച്ചു. ഖാല, ഹൂദ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൽ ഏറ്റവും നല്ല കുടുംബത്തിൽ, ഒരു സമൂഹത്തിലുള്ള ആ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും നല്ല കുടുംബത്തിലായിരിക്കും പ്രവാചകന്മാർ വരിക. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. ഏറ്റവും നല്ല മനുഷ്യ സമൂഹം ഏതാണ്? ഖുറൈശാണ്. അത് ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹു ഖുറൈശിനെ തിരഞ്ഞെടുത്തു. ഖുറൈശിൽ നിന്നും ഹാഷിം,
ബനു ഹാഷിം. ബനു ഹാഷിമിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. അഥവാ മനുഷ്യ പരമ്പരയിൽ ഏറ്റവും നല്ല പരമ്പര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ്. അപ്പം അതെല്ലാ നബിമാരുടെ രീതി അങ്ങനെയാണ്. ആ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ആളാണ് നബിയായിട്ട് വരിക. അങ്ങനെ ഹൂദ് നബി അലൈഹിസ്സലാം അവരിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഖാല. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ദഅവത്തിൻ്റെ രംഗങ്ങൾ പിന്നെ പറയാം അല്ലാഹു സുബ്ഹാനഹു വ തആല. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഓരോ പ്രവാചകന്മാരുടെ ആദ്യത്തെ വാക്കെന്താണ്? ഉഅ്ബുദുല്ലാഹ് ലാ ഇലാഹ ഗൈറുഹു. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് ലാ ഇലാഹ ഇല്ലതിലേക്കാണ് എല്ലാ പ്രവാചകന്മാരും ആദ്യം ദഅവത്ത് ചെയ്തത്. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്താ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തത്? ഖാലൽ മലഉ. മലഅ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലുള്ള മേലാളന്മാർ. ഒരു നാട്ടിലുണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിൽ അവരെ ഉതിർന്ന നേതാക്കന്മാരുണ്ടാവും, എല്ലാവരും തന്നെ വലിയ ആൾക്കാരുണ്ടാവും. അതാണ് മലഅ്. അപ്പം ഖാലൽ മലഉ, ആ മേലാളന്മാർ പറഞ്ഞു, അല്ലദീന കഫറൂ മിൻ ഖൗമി. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ആ സമൂഹത്തിൽ, ആദ് സമൂഹത്തിലുള്ള നിഷേധികളായ മേലാളന്മാർ പറഞ്ഞു, ഇന്ന ലനറാക ഫീ സഫാഹ. ഹൂദ്, നിന്നെ നമ്മൾ വിഡ്ഢിയായിട്ടാണ് കാണുന്നത്. ചോദിക്കുക, ഏറ്റവും നല്ല കുടുംബത്തിൽ ജീവിച്ച പ്രവാചകൻ ദാവത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുമ്പം ആദ്യം കേൾക്കേണ്ടി വരുന്നത് സഫാഹത്ത്. സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, വളരെ മോശമായ വാക്കാണ് അറബിയിൽ സഫീഹ്. ഇന്ന ലനറാക ഫീ സഫാഹ. ഹൂദ, നിന്നെ നമ്മൾ വെറും വിഡ്ഢിയായിട്ടാണ് കാണുന്നത്. വ ഇന്ന ലനദുന്നുക മിനൽ കാദിബീൻ, നീ കളവ് പറയുന്നവനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖാല, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപടി, യാ ഖൗം, എൻ്റെ സമൂഹമേ, ലൈസ ബി സഫാഹത്തുൻ, എനിക്ക് വിഡ്ഢിത്തരമില്ല, ഞാൻ വിഡ്ഢിയല്ല. വലാകിന്നി, പക്ഷെ ഞാൻ റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റസൂലാണ്. ഉബല്ലിഗുക്കും, എൻ്റെ ജോലി എന്താണ്? ഉബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു. റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ. വ അന ലക്കും നാസിഹുൻ അമീൻ. ദായിമാർ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. അത്രയും മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ടാണ് പ്രതികരിച്ചത് ഖൗമ്. ഹൂദ് നബി അലൈഹി സ്വലം തിരിച്ചു പറഞ്ഞതോ, ലൈസ ബി സഫാഹ, നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് വിഡ്ഢിത്തരൊന്നുമില്ല, ഞാൻ പറയുന്നത്, ഞാൻ വിഡ്ഢിയല്ല. പക്ഷെ ഞാൻ ആരാണ്? നിങ്ങളൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു റസൂലാണ് ഞാൻ. വ അന ലക്കും നാസിഹുൻ അമീൻ, നിങ്ങളുടെ വിഷയത്തിൽ ഞാനൊരു ഉപദേശകനാണ്, ഞാൻ ഉപദേശിക്കുകയാണ് നിങ്ങളെ. അമീൻ, വിശ്വസ്തനായ ഒരു ഉപദേശകനാണ്. എൻ്റെ ഉപദേശം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ രീതിയിൽ തിരിച്ച് നല്ല രീതിയിൽ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി. പിന്നെ അവരങ്ങനെ ഓരോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പം ഹൂദ് നബി അതിനൊക്കെ എന്ത് ചെയ്യും? നല്ല രീതിയിൽ മറുപടി പറയും. ഖുർആൻ്റെ സൂറത്ത് ഹൂദ്, സൂറത്തുൽ അറാഫ്, സൂറത്ത് അഹ്ഖാഫ്, 3 സൂറത്തിലും ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ആദ് സമൂഹത്തിൻ്റെ ചരിത്രം അല്ലാഹു വിശദമായി പറയുന്നുണ്ട്. സൂറത്തുൽ ഖമർ, അതുപോലെ തന്നെ സൂറത്ത് ഹാക്ക, സൂറത്ത് ദാരിയാത്ത്, ഇതിലൊക്കെ ആദ് സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അവർ പറയാണ്, ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ്, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ ഈ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകുന്നുണ്ടല്ലോ, അതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ സമ്പത്ത് ചോദിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല. മറിച്ച് ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹി ഇല്ലാ അലല്ലദീ ഫതറനി അഫലാ തഅഖിലൂൻ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എന്നെ നിയോഗിച്ച എൻ്റെ റബ്ബാണ് എനിക്ക് പ്രതിഫലം നൽകുന്നത്. ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഇസ്തിഗ്ഫാർ. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തോടും നൂഹ് നബി ഇതേ വാക്കാണ് പറഞ്ഞത്, ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു വാരിക്കോരി എന്ത് ചെയ്യും? ആകാശത്ത് നിങ്ങൾക്ക് ഇളക്കിത്തരും. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, ഇപ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ശക്തി ഉണ്ടല്ലോ, അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി അള്ളാഹു നിങ്ങൾക്ക് ശക്തി തരും. വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ പാപികളായി മുജ്രിമീങ്ങളായിട്ട് പിറകോട്ട് മാറരുത്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശം. ഈ ഒരു ആയത്തിന്
പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ, തൗബ എന്നുള്ളത് നമുക്ക് ദുനിയാവിൽ റിസ്ക് വിശാലമാക്കപ്പെടാൻ ഒരു കാരണമാണ്. നമുക്ക് എല്ലാവിധ സഹായങ്ങളും ദുനിയാവിലുള്ള സുഖസൗകര്യങ്ങളും ഒക്കെ എന്തെയും ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ നേടിയെടുക്കാൻ കഴിയും. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തോട് അള്ളാഹ് ഇതന്നെ പറഞ്ഞത്. നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്താ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം. വയുംദിദുക്കും ബി അംവാലിൻ വബനീന വജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ലേ? നിങ്ങൾക്ക് സമ്പത്ത് തരും, നിങ്ങൾ മക്കളെ കൊണ്ട് അള്ളാഹു സഹായിക്കും, സമ്പത്ത് കൊണ്ട് അള്ളാഹു സഹായിക്കും, നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും അള്ളാഹു ഒരുക്കി തരും. എപ്പോൾ? ഇസ്തിഗ്ഫാർ ചെയ്ത്. അപ്പോൾ ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു ദിവസം 70-ൽ കൂടുതൽ, മറ്റൊരു റിവായത്തിൽ 100-ൽ കൂടുതൽ പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അതെല്ലാ കെട്ടുകളും ഇളക്കിത്തരും, എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും, എല്ലാ ബുദ്ധിമുട്ടുകളും അത് ദൂരീകരിച്ച് തരും ഇസ്തിഗ്ഫാർ. അത് ശീലമാക്കുക. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമൂഹത്തെ ഉപദേശിക്കാൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു നിങ്ങളെ സഹായിക്കും. പക്ഷെ അവർ തിരിച്ച് ഹൂദ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു. അവർ പറയാണ്, ഇന്നഖൂലു ഇല്ല അതറാക ബഅദു ആലിഹതിനാ ബിസൂ. ഹൂദേ, നീ ഇതുവരെ നല്ല ആളായിരുന്നു നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടത്തിൽ. ഇപ്പം നിനക്ക് ചെറിയൊരു മാനസിക നില തെറ്റിയിട്ടുണ്ട്. അതിന് കാരണം ഇന്നഖൂൽ, നമ്മൾ പറയുന്നില്ല, ഇല്ല അതറാക ബഅദു ആലിഹതിനാ ബിസൂ, നമ്മുടെ ആരാധ്യന്മാർ, നമ്മുടെ ഇലാഹുകളിൽ, അള്ളാഹു അല്ലാത്ത കുറേ ഇലാഹുകൾ അവർക്കുണ്ടായിരുന്നു. ആ ഇലാഹുകളിൽ ഏതോ ഒരു ഇലാഹ് നിന്നെ തെറ്റിച്ചിട്ടുണ്ട്, നിനക്ക് എന്തോ ഒരു ദുശ്ശകുനം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഖാല, ഹൂദ് നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാ, ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യത്തിൽ പറയാം. വഷ്ഹദു, നിങ്ങളും സാക്ഷിയാകണം. അന്നി ബരീഉം മിമ്മാ തുശ്രിക്കൂ, നിങ്ങൾ ഈ ചെയ്യുന്ന ഷിർക്കിൽ നിന്നും ഞാൻ ഒഴിവാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട് ആ വാക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട് ആ വാക്ക്, ഒട്ടുമിക്ക പ്രവാചകന്മാരും പറഞ്ഞ വാക്കാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ്, ഞാൻ അതിൻ്റെ ഭാഗവാക്കല്ല. പ്രിയമുള്ളവരെ, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. തിന്മ കണ്ടാൽ ഞാൻ അതിൻ്റെ ഭാഗവാക്കല്ല, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്, ബരിയാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ നശിച്ച പ്രവർത്തനങ്ങൾ, ദുഷിച്ച പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ശിർക്ക്, നിങ്ങൾ ചെയ്യുന്ന അനാചാരങ്ങൾ, അതിൽ നിന്നും ഞാൻ ഒഴിവാണ്, ഞാൻ അതിലൊന്നും ഇതില്ല എടുക്കും. ഞാൻ എൻ്റെ ജീവിതം മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് വ ആഥാറു സഹാബ, ഖുർആനും സുന്നത്തും സഹാബാക്കൾ എങ്ങനെയാണോ കാണിച്ചെന്നത്, ഞാൻ അങ്ങനെ ജീവിക്കും. അത് നമ്മുടെ കുടുംബത്തിൽ പ്രഖ്യാപിക്കണം, നമ്മുടെ സമൂഹത്തിൽ പ്രഖ്യാപിക്കണം, നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കണം. അത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രീതിയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞു. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅ, നിങ്ങൾ എനിക്കെതിരെ എന്ത് കുതന്ത്രങ്ങളും ആണെങ്കിൽ പ്രയോഗിച്ചു. ഹൂദ് നബി അലൈഹി സ്വലാം പറയണം അവരോട്, എനിക്കെതിരെ എന്ത് കുതന്ത്രങ്ങളും നിങ്ങൾ പ്രയോഗിച്ചോ. തുമ്മ ലാ തുൻദിറൂൻ, നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കാൻ നിങ്ങൾ കാത്തിരുന്നു. അവസാനം പറയാൻ, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മളെപ്പോലത്തെ ഓരോ സലഫികൾക്ക് ആവേശം കിട്ടുന്ന, ആശ്വാസം കിട്ടുന്ന വാക്കാണ്. ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ്, ശക്തവന്മാരാണ് എതിരായിട്ടുള്ളത്, നിങ്ങൾ എന്ത് കുതന്ത്രം എനിക്കെതിരെ പ്രയോഗിച്ചോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് സമാധാനം കിട്ടുന്ന വാക്കല്ല, ഖുർആനാണ്. ആരെന്ത് എതിർത്താലും, എന്ത് വലിയ കുതന്ത്രങ്ങൾ കാണിച്ചാലും ഒരു മുഅ്മിനെ തകർക്കാൻ കൊണ്ട് കഴിയില്ല. ഒരു മുഅ്മിന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്താൻ, അതിനെ ബലഹീനമാക്കാൻ ഒരാളുടെ കുതന്ത്രത്തിനും കഴിയില്ല. കാരണം ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിലേക്കാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, അല്ലാഹുവിന്റെ വാക്കാണ്. ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ്, ഒരു ജീവജാലങ്ങളും ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയന്ത്രണത്തിൽ അതിനെ പിടിച്ചിട്ടല്ലാതെ. എല്ലാം അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ ആ റബ്ബിൻ്റെ അടിമകളായി നമ്മളെന്തിനാ പേടിക്കുന്നത്? എല്ലാം അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലല്ല. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ മാർഗത്തിലാണ്. ഇതാണ് ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്. അവരിങ്ങനെ വെല്ലുവിളികൾ നടത്തിയപ്പോൾ
പല രീതിയിൽ ഹൂദ് നബി അലൈഹിസ്സലാം ഉപദേശിച്ചു. അപ്പോൾ അവർ ആരും ചെവി കൊണ്ടില്ല. വളരെ തുച്ഛം വരുന്ന ആൾക്കാർ മാത്രം ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ നിന്നു. അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വരലായി. ഇത്രയും നേരം ഉപദേശിച്ചിട്ടും ഉപദേശം ചെവി കൊണ്ടില്ല. അവർക്ക് ശിക്ഷ വന്നത് ആദ്യത്തെ ഒരു 3 വർഷം വരൾച്ച. 3 വർഷം അവർക്ക് മഴ പെയ്തില്ല. വെള്ളം, മഴയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. 3 വർഷം ആ നാടിൽ, അഹ്ഖാഫ് എന്ന നാട്ടിൽ മഴ പെയ്തില്ല. ഫമന അല്ലാഹുൽ ഖതർ, മഴയെ അല്ലാഹു തടഞ്ഞു. വബദഅത് യനാബിഉഹും ഗൈള, അവരുടെ ജലാശയങ്ങൾ വറ്റി വരളാൻ തുടങ്ങി. വബസാതീനുഹും യബിസ, അവരുടെ വലിയ വലിയ തോട്ടങ്ങൾ, പച്ച പതച്ചുണ്ടായിരുന്ന ആ തോട്ടങ്ങളൊക്കെ ഉണങ്ങാൻ തുടങ്ങി. വഅൻആമുഹും ഹസാല, അവരുടെ കന്നുകാലികളൊക്കെ മെലിഞ്ഞൊട്ടി വയറൊക്കെ ഒട്ടാൻ തുടങ്ങി. വസ്തമറു അലാ ഹാദിഹിൽ ഹാലി 3 സിനീൻ, ഇതേ അവസ്ഥയിൽ 3 വർഷം അവർ കടന്നുപോയി. അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ തുടങ്ങി. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ വാക്കുകൾ ഇങ്ങനെ വല്ലാതെ അവർ മനസ്സിൽ കിടന്നിട്ട് ഇതാണ്. കാരണം ഹൂദ് നബിനെ വെല്ലുവിളിച്ചു, മഴ കിട്ടുന്നില്ല, പ്രയാസം. ആ സമയത്ത് ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് താക്കീത് നൽകിയപ്പോൾ അവർ പറഞ്ഞു, അജിതനാ ലിനഅബുദല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅബുദു ആബാഉനാ ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ആ 3 വർഷം മഴയില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഹൂദ് നബി അവർക്ക് താക്കീത് നൽകാൻ, ഇതാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ പോവാണ്. അപ്പോൾ അവർ തിരിച്ചു മറുപടി, അജിതന, ഹൂദ നീ ഞങ്ങളിലേക്ക് വരികയാണോ? ലിനഅബുദല്ലാഹ വഹ്ദഹു, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണോ നീ നമ്മുടെ അടുക്കലേക്ക് വരുന്നത്? വനദറ മാ കാന യഅബുദു ആബാഉന, നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇബാദത്ത് ചെയ്ത് നമ്മുടെ മറ്റുള്ള ആലിഹത്തുകളെ ഒഴിവാക്കാനാണോ നീ നമ്മളോട് പറയുന്നത്? ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ വലിയ ശിക്ഷ നമുക്ക് താക്കീത് മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ, നീ ആ പറയുന്നത് സത്യമാണെങ്കിൽ ആ താക്കീതൊന്ന് കാണിച്ച, ആ താക്കീതെ നീ താക്കീത് മുന്നറിയിപ്പ് നൽകുന്ന കാര്യം അത് നീ കൊണ്ടുവന്ന് കാണിച്ച എന്നാൽ നമ്മൾ വിശ്വസിക്കും. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപടി, ഖാല ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സുൻ വഗളബ്, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവും നിങ്ങളുടെ മേൽ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലും അവർ ചിന്തിക്കാൻ തയ്യാറായില്ല. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ശിക്ഷ ആരംഭിക്കലായി. ഹൂദ് നബി അലൈഹിസ്സലാം ഏതാനും വരുന്ന മുഅ്മിനീങ്ങളും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. മക്കയുടെ ഭാഗത്തേക്കാണ് എന്ത് ചെയ്തു അവർ നടന്നത്. മക്കയുടെ ഭാഗത്തേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമും ആ മുസ്ലിങ്ങളും രക്ഷപ്പെട്ടു, ഹിജ്റ പോയി. ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനിരിക്കുകയാണ്. അള്ളാഹു പറയാണ് സൂറത്തുൽ ഖമർ, കദ്ദബത് ആദുൻ ഫകൈഫ കാന അദാബി വനുദുർ. നമ്മളോട് പറയാൻ കദ്ദബത് ആദുൻ, നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ വലിയ ശക്തവാന്മാരാണ്, എല്ലാം കീഴടക്കി എല്ലാം അതിജയിച്ച് നിൽക്കുകയാണെന്ന്. പക്ഷെ കദ്ദബത് ആദുൻ, നിങ്ങൾക്ക് മുമ്പ് ആദ് സമൂഹം ഉണ്ടായിരുന്നു. അവരെക്കാൾ ശക്തവാന്മാരായ ബലവത്തുള്ളൊരു സമൂഹം പിന്നീട് ഉണ്ടായിട്ടില്ല. അവർ അള്ളാഹുവിനെ കളവാക്കി നിഷേധിച്ചു. ഫകൈഫ കാന അദാബി വനുദുർ, എൻ്റെ താക്കീതും എൻ്റെ ശിക്ഷയും അവർക്ക് എങ്ങനെയാണ് വന്ന് ഭവിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നാ അർസൽനാ അലൈഹിം, അവരിലേക്ക് നാം അയച്ചു, റീഹൻ, കാറ്റിന്, സർസറൻ, സർസർ എന്ന് പറഞ്ഞ 2 അർത്ഥമാണുള്ളത്. വലിയ ഘോരമായ ശബ്ദം, അതുപോലെ തന്നെ തണുപ്പ്. ആ കാറ്റിൽ എന്തുണ്ടായിരുന്നു? ശബ്ദം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തണുപ്പും ഉണ്ടായിരുന്നു. ഈ 2 രീതിയിലുള്ള കാറ്റാണ് അള്ളാഹു അയച്ചത് അവരിലേക്ക്. ഫീ യൗമി നഹ്സിൻ, ഒരു ദുശ്ശകുനത്തിൻ്റെ ദിവസം. അഥവാ ആർക്ക് ദുശ്ശകുനം? അവർക്ക് ശിക്ഷ വരുന്ന, അവർക്ക് ആ ശിക്ഷ വന്നതുകൊണ്ടാണ് ദുശ്ശകുനായത്. മുസ്തമിർ, തുടർച്ചയായിട്ട് അള്ളാഹു ആ കാറ്റിനെ അവരിലേക്ക് അയച്ചു. തൻസിഉന്നാസ, ആ കാറ്റിൻ്റെതു തൻസിഉന്നാസ, ജനങ്ങളിങ്ങനെ പറിച്ചെടുത്തു. കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ, തലകുത്തി വീണ ഈന്തപ്പന മരങ്ങളെപ്പോലെ അവർ കടപുഴകി വീണു. തൻസിഉ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്തു? ആ കാറ്റടിക്കുന്ന സമയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഭൂമിയിൽ കുഴി കുഴിച്ചു. എന്നിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് എന്ത് ചെയ്തു? മൂടി. അങ്ങനെ ഈന്തപ്പന മരങ്ങൾ ഉറച്ചു നിൽക്കുമല്ലോ, അതേപോലെ നിൽക്കാൻ. അതാണ് അള്ളാഹു പറഞ്ഞത് തൻസിഉന്നാസ. തൻസി എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. ആ മണ്ണിൽ നിന്നും അവരെ വലിച്ചെടുത്ത് കാറ്റത്ത് അവർ ഉയർന്ന് പാറി.
എന്നിട്ട് തലകീഴായിട്ട് മറിഞ്ഞു വീണു. മുൻകായിർ, തലകീഴായിട്ട് മറിഞ്ഞു വീണു. ഏതുപോലെ? അഅജാസു നഖ്ലിൻ, ഈന്തപ്പന മരങ്ങൾ വീഴുന്നത് പോലെ. സൂറത്തുൽ ഖമർ. ഫലമ്മാ റഅഹു, ആ 3 വർഷം പൂർത്തിയായപ്പം ഒരു മേഘത്തെ അവർ കാണാൻ. ഫലമ്മാ റഅഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം, അവരുടെ നാടിലേക്ക് ഇങ്ങനെ ഒരു വലിയ മേഘക്കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്നത് അവർ കണ്ടു. വല്ലാതെ സന്തോഷിച്ചു. ഖാലു ഹാദാ ആരിദും മുംതിറുനാ, നമുക്ക് മഴ വരാനിരിക്കുന്നു. ഹൂദിൻ്റെ താക്കീതൊന്നുമില്ല, വില കണ്ടില്ല. ഹൂദ് നബി അലൈഹി സ്വലാമിനെ വെല്ലുവിളിച്ചല്ല അവർ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നശിപ്പിച്ചതാണ്. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു വലിയ മേഘം ഇങ്ങനെ വരുന്ന അവരുടെ നാട്ടിലേക്ക്. ഖാലു ഹാദാ ആരിദും മുംതിറുനാ, നമുക്കിതാ മഴ പെയ്യാനിരിക്കുന്നത്, വലിയൊരു മേഘം വരികയാണ്. ബൽ, അതവരാണ് ബൽ, പക്ഷേ ഹുവ മസ്തഅജൽതും ബിഹി, അവർ ധൃതി കാണിച്ചിട്ട് ഹൂദിനോട് ആവശ്യപ്പെട്ട കാര്യമുണ്ടല്ലോ, ശിക്ഷ, താക്കീത്, ആ താക്കീതാണ് വരുന്നത്. റീഹുൻ, അതൊരു കാറ്റാണ്. ഫീഹ അദാബുൻ അലീം, വളരെ വേദനാജനകമായ ശിക്ഷയുള്ള ഒരു കാറ്റാണത്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹ, ഇതിനൊക്കെ വലിയ പാഠമുണ്ട് കേട്ടോ നമുക്ക്. ഈ അടിക്കുന്നൊരു കാറ്റുണ്ടല്ലോ, അതൊന്നും സ്വമേധയാ ഇങ്ങനെ തഴകി വരുന്നതെന്നല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ കൃത്യമായ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ കൃത്യമായ തദ്ബീർ, നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചലിക്കുന്നതാണ് ഓരോ കാറ്റും. തുദമ്മിറു, അത് തകർത്ത് തരിപ്പണമാക്കി. കുല്ല അംറിൻ, എല്ലാ കാര്യങ്ങളെയും അത്, കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും അത് തകർത്ത് തരിപ്പണമാക്കിയ ആ കാറ്റ്. ബിഅംരി റബ്ബിഹ, അതിൻ്റെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം. ഒരു കാറ്റും വെറുതെ അടിക്കില്ലല്ലോ, അതിൻ്റെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ആ കാറ്റൊക്കെ നശിപ്പിച്ചു. ഫഅസ്ബഹു, രാവിലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് എപ്പോഴാണ്? സുബഹിൻ്റെ മുമ്പുള്ള സമയമാണ്. ഖുറാനിൽ എല്ലാ സമൂഹത്തെ നശിപ്പിച്ച ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് സുബഹിൻ്റെ സമയത്താണ് അദാബ് ഇറങ്ങുക, സുബഹിൻ്റെ മുമ്പുള്ള സമയത്താണ് അദാബ് ഇറങ്ങുക. അങ്ങനെ അദാബ് ഇറങ്ങി ദിവസങ്ങളോളം കാറ്റ് ആഞ്ഞടിച്ചു. വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് ആയത്തുകൾ. ഫഅസ്ബഹു, അങ്ങനെ അവരായിത്തീർന്നു. ലാ യുറാ ഇല്ലാ മസാകിനുഹും, അവരുടെ വീടുകൾ മാത്രം കാണുന്ന രീതിയിൽ മണ്ണ് കൊണ്ട് മൂടി. അപ്പോൾ കാറ്റത്ത് എന്തും വരും, മണ്ണും വരും. അങ്ങനെ മണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്തു? ആ പ്രദേശം ഒന്നാകെ മൂടി. അവരുടെ വലിയ വലിയ മലകൾക്ക് മുകളിൽ അവർ കെട്ടിപ്പൊക്കിയ വലിയ ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരങ്ങളുടെ തലഭാഗം മാത്രം കാണുന്ന രീതിയിൽ ആ നാട് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ന്നതല്ല, വന്നിട്ട് കാറ്റത്ത് എന്ത് ചെയ്തു? മണൽ വന്ന് മൂടിയപ്പം അത് മണ്ണിൻ്റെ അടിയിലായി. അലാ യുറാ ഇല്ലാ മസാകിനുഹും, അവരുടെ വലിയ വലിയ ഗോപുരങ്ങളുടെ ആ തലഭാഗം മാത്രം കാണുന്ന രീതിയിൽ അവർ മുങ്ങി. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളായ, നിഷേധികളായ, അക്രമികളായ ആ സമൂഹത്തെ അല്ലാഹു നാം അപ്രകാരമാണ് ശിക്ഷിക്കുന്നത്. ആ നാട്, അഹ്ഖാഫ് എന്ന നാട് പൂർണ്ണമായിട്ടും മണ്ണിനടിയിലായി. ആ കാറ്റിനെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ, കുറേ ദിവസങ്ങൾ എന്ത് ചെയ്തു? ആ കാറ്റ് അവരിൽ ആഞ്ഞടിച്ചു. ഒഫി ആദിൻ ഇത് അർസൽനാ അലൈഹിം, വ്യത്യസ്തമായ സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട് അവർ നശിപ്പിച്ച ആ രംഗം. സൂറത്ത് അഹ്ഖാഫിൽ പറയുന്നുണ്ട്, സൂറത്ത് ദാരിയാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ അഅറാഫിൽ പറയുന്നുണ്ട് എന്ത്? ആ നശിപ്പിച്ച ആ രംഗം കാറ്റിനെ സംബന്ധിച്ച്. സൂറത്തുൽ ഹാഖയിൽ പറയുന്നുണ്ട്. അത്രയും തവണ ഖുർആനിൽ ആവർത്തിച്ച് വന്നൊരു സമൂഹമാണ്, നശിപ്പിക്കപ്പെട്ടൊരു സമൂഹം, ആദ് സമൂഹം. ഒഫി ആദിൻ ഇദ് അർസൽനാ അലൈഹിം അർരീഹൽ അഖീം, സൂറത്ത് ദാരിയാത്തിൽ എന്താ പറഞ്ഞ വാക്കാണ്. ആദ് സമൂഹത്തിൽ നാം ആ കാറ്റിനെ അയച്ചു. എന്ത് കാറ്റ്? അൽ അഖീം. അഖീം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത മച്ചി ഉണ്ടാവില്ല, പെണ്ണ്, പ്രസവിക്കാത്ത പെണ്ണ്, മച്ചി. അതിനാണ് അറബിയിൽ അഖീം എന്ന് പറയുക. അഖീം, പ്രസവിക്കാത്ത പെണ്ണ്. ആ കാറ്റ് എങ്ങനത്തെ കാറ്റായിരുന്നു? അഖീം, വന്ധ്യതയുള്ള കാറ്റായിരുന്നു. അഥവാ കാറ്റിലൂടെ ഉണ്ട് കുറേ ഉപകാരങ്ങൾ നമുക്കുണ്ട് അല്ല. ഈ സസ്യങ്ങൾ, കുറേ സസ്യങ്ങൾ പരാഗണം നടത്തുന്നത് കാറ്റിലൂടെ അല്ലേ, സസ്യങ്ങൾ മുളപ്പിക്കുന്നത് കാറ്റിലൂടെയാണ്. പക്ഷേ ഈ കാറ്റ് കൊണ്ടെന്തില്ല, ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു സസ്യവും ആ കാറ്റിൻ്റെ പേരിൽ പുതുതായി മുളച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. റീഹൽ അഖീം, വന്ധ്യമായ കാറ്റ്. ആ കാറ്റ് കൊണ്ട് ആ സമൂഹത്തിന് ഒരു ഖൈറും ഉണ്ടായിട്ടില്ല.
മാ തദറു മിൻ ഷൈഇൻ അതത അലൈഹി ഇല്ലാ ജഅലതുഹു കർറമീൻ. ആ കാറ്റ് ഏതൊരു വസ്തുവിലാണോ വന്ന് പതിച്ചത് അതിനെന്താവും? കർറമീൻ, നുരുമ്പിയ ഇരുമ്പിനെ പോലെ പാറ്റിച്ചളയും, കാറ്റിൽ പറത്തിക്കളയും, ഒന്നിനും ബാക്കിയാക്കിയിട്ടില്ല അത്. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയാണ്, വഅമ്മാ ആദുൻ, ആദ് സമൂഹം, ഫഉഹ്ലികു, അവർ നശിപ്പിക്കപ്പെട്ടു, ബിരീഹിൻ സർസരിൻ ആതിയ, വലിയ ഘോരമായ ശബ്ദമുള്ള കാറ്റിനെ കൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. സഖറഹാ അലൈഹിം, അവർക്കെതിരെ നാം ആ കാറ്റിനെ അയച്ചു. സബ്അ ലയാലിൻ, 7 രാത്രി. വസമാനിയത അയ്യാമിൻ, 8 പകലും 7 രാത്രിയും. ഹുസൂമൻ, തുടർച്ചയായിട്ട്. ഫതറൽ ഖൗമ ഫീഹാ സർഅ, കടപുഴകി വീഴുന്നതായിട്ട്, ബോധമില്ലാതെ ഇങ്ങനെ ചത്ത് ശവം പോലെ കിടക്കുന്നതായിട്ട് നിങ്ങൾ ആ സമൂഹത്തിൽ നിനക്ക് കാണാൻ കഴിയും. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകി വീണ വലിയ വലിയ ഈന്തപ്പന മരങ്ങളെപ്പോലെ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അല്ലാഹു ആയത്തെ അവസാനിപ്പിക്കുക. അവരെ സംബന്ധിച്ച് ആ സംഭവമൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, എന്തെങ്കിലും തിരി ശേഷിപ്പുകൾ നീ കാണുന്നുണ്ടോ? അത് നമ്മളോടും കൂടിയുള്ള ചോദ്യമാണ്. എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള നിശ്ചയിച്ച് ഇസ്ലാമിനെതിരെയും സുന്നത്തിനെതിരെയും പരിഹസിച്ച്, റസൂലിനെയും പരിഹസിച്ച്, അഹങ്കാരത്തോടെ എല്ലാ അധികാരങ്ങളും വെട്ടിപ്പെടുത്തി എന്തൊക്കെയോ നേടിയെടുത്ത് ഇങ്ങനെ ജീവിക്കണം മനുഷ്യൻ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അള്ളാഹിൻ്റെ ശിക്ഷ വന്നാൽ ബാക്കി കാണാൻ പോലൊരു വസ്തു അള്ളാഹു ബാക്കി വെക്കൂല. നമ്മളോടും കൂടിയുള്ളതാണത്. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദു സമൂഹത്തെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. ഈ അവസ്ഥ, ഈ സമയത്ത് ഹൂദ് നബി അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും മക്കയെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങാണ്. മക്കയിലെത്തി. ഹൂദ് നബി അലൈഹിസ്സലാം മക്കയിൽ വഫാത്തായി. സാധാരണ രീതിയിൽ വഫാത്താകുന്നത് പോലെ മക്കയിൽ വഫാത്തായി. പക്ഷെ ആ സമൂഹം പിന്നെയും യാത്ര തുടർന്നു. അവർ മക്കയിൽ നിന്നില്ല, പിന്നെയും യാത്ര തുടർന്നു. ഈ കാറ്റ് വരുന്ന പേടിയിൽ, ആ കാറ്റ് ഇങ്ങോട്ടേക്ക് നീട്ടി അടിക്കുമോ എന്നുള്ള പേടിയിൽ അവർ യാത്ര വീണ്ടും തുടർന്നു, നിർത്തിയില്ല. മുഅ്മിനീങ്ങൾ ഇന്നേ യാത്ര തുടർന്നു. ആ ഒരു വിഭാഗം ആൾക്കാർ, അവരാണ് രണ്ടാമത്തെ ആദ് സമൂഹം. അതാണ് സമൂദ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇറമിന് 10 മക്കളുണ്ട്. സാമിൻ്റെ മകൻ ഇറമിന് 10 മക്കളുണ്ട്. അവരാണ് ആദ് സമൂഹം എന്നറിയപ്പെടുക. അതിലൊരു വിഭാഗമാണ് എന്ത്? അൽ ആദ്, ഏറ്റവും ആദ്യത്തെ സമൂഹം ആദ് സമൂഹം. രണ്ടാമത്തേതാണ് സമൂദ്. ആ സമൂദ് അവരിങ്ങനെ നടന്ന് ഈ ബാക്കിയുള്ള മുഅ്മിനീങ്ങൾ എന്ത് ചെയ്തു? അവരിങ്ങനെ പോയി ഒരു നാട്ടിൽ താമസാക്കി. പിന്നെ അവരിൽ നിന്നും മക്കൾ പെരുകി കുറേ ആൾക്കാരായി. അവരാണ് സമൂദ് ഗോത്രം എന്നറിയപ്പെടുന്നത്. അത് ആദിൻ്റെ ബാക്കിയാണ് ആര്? സമൂദ്. അൽ ആദ് അസാനി എന്ന് പറയും. ആദ്യത്തെ സമൂഹം അൽ ആദ് അൽ അവൽ, ഒന്നാമത്തെ ആദ് സമൂഹം. സമൂദ് അൽ ആദ് അസാനി, രണ്ടാമത്തെ ആദ് സമൂഹം. അവരിലേക്കാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം വരുന്നത്. ആ സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്താണ്? അറബിയാണ്. ഈ ആദിൻ്റെ മക്കളാണല്ലോ. അപ്പം ഹൂദ് നബി അലൈഹിസ്സലാം അറബി. അത് കഴിഞ്ഞ് സമൂദിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സമൂദിനെ സംബന്ധിച്ചും സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് വരുന്ന രംഗവും അവരുടെ ദഅവത്തും അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതും ഖുർആനിലൂടെ അതുപോലെ തന്നെ സഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ വ്യക്തമായി ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.